യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർക്കശ നിലപാടാണ് റഷ്യയെ ചർച്ചയ്ക്കൊരുങ്ങാൻ നിർബന്ധിതരാക്കിയത്. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉപരോധം ഉൾപ്പെടെ കടുത്ത സാമ്പത്തിക നടപടികളിലേക്ക് കടക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അധികാരത്തിലെത്തിയാൽ ഒറ്റ ദിവസം കൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. റഷ്യയെ വേദനിപ്പിക്കാൻ ഉദ്ദേശമില്ലെന്ന് പറഞ്ഞ ട്രംപ് യുദ്ധം ഉടനടി നിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഉപരോധത്തിനു പുറമെ റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത നികുതിയും തീരുവയും ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചത്. പരസ്പര ബഹുമാനത്തോടെയുള്ള ചർച്ചയ്ക്ക് പുടിൻ തയ്യാറാണെന്ന് പുടിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. യുദ്ധം നീണ്ടുപോകുന്നത് രാജ്യത്തുണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും പുടിനെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കി. സമാധാന ഉടമ്പടി ചർച്ച ചെയ്യുന്നതിനായി പുടിനെ തനിക്ക് ഉടൻ കാണണമെന്ന് ട്രംപ് ലോക സാമ്പത്തിക ഫോറത്തെ അറിയിച്ചു. റഷ്യയെ വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. റഷ്യൻ ജനതയെ ഞാൻ സ്നേഹിക്കുന്നു. പുടിനുമായി വലിയ ബന്ധമാണുള്ളത്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ റഷ്യ അമേരിക്കയെ സഹായിച്ചത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എന്നാൽ പരിഹാസ്യമായ ഈ യുദ്ധം നിർത്തണം, അല്ലെങ്കിൽ ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂവെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചിരുന്നു. ട്രംപിന്റെ നീക്കത്തെ യുക്രൈനും സ്വാഗതം ചെയ്യുന്നുവെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാറുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും യുക്രൈൻ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.